ബിരിയാണി, പുത്തനുടുപ്പുകൾ, മൈലാഞ്ചിയിട്ട കൈകൾ, പിന്നെ ബന്ധുവീടുകളിലേക്കുള്ള യാത്രകൾ. ഇതൊക്കെയല്ലേ പെരുന്നാളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്? അതെ, സാധാരണ അങ്ങനെയാണല്ലോ. നമ്മൾ കാലാകാലങ്ങളായി കണ്ടു ശീലിച്ചത് അതാണല്ലോ. പക്ഷേ ശരിക്കും ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ വിശ്വസിക്കുമോ? പോട്ടെ, ചെറിയ പെരുന്നാൾ എന്ന് നമ്മൾ മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഈ ദിവസത്തിൽ ആ ചെറിയ എന്ന വാക്കിന് യഥാർത്ഥത്തിൽ യാതൊരു അർത്ഥവുമില്ലെങ്കിലോ? കേൾക്കുമ്പോൾ കുറച്ച് അതിശയം തോന്നുമല്ലേ? തീർച്ചയായും. അപ്പോ ഇന്ന് നമ്മൾ ഈ പഠനയാത്രയിൽ ചെയ്യാൻ പോകുന്നത് ഒരു വാട്സപ്പ് ഓഡിയോ സന്ദേശത്തിലൂടെ ലഭിച്ച വളരെ ആഴമുള്ള ചില ആശയങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുക എന്നതാണ്. നമ്മൾ കണ്ടു ശീലിച്ച ഈ ബാഹ്യമായ ആർഭാടങ്ങൾക്കപ്പുറം മനുഷ്യന്റെ ബൗദ്ധികവും ആത്മീയവുമായ തലങ്ങളിൽ സംഭവിക്കേണ്ട വലിയൊരു വിസ്ഫോടനമാണ് ഈദുൽ ഫിത്തർ എന്ന് ഈ സ്രോതസ്സ് സമർത്ഥിക്കുന്നുണ്ട്. അതെ, ഈ വാട്സാപ്പ് സന്ദേശം നമ്മളോട് ആവശ്യപ്പെടുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. അതായത്, നമ്മൾ ഇതുവരെ ശീലിച്ചുവന്ന, യാന്ത്രികമായി ചെയ്തു പോരുന്ന ചില ചിന്താഗതികളെ ഒന്ന് മാറി നിന്നു നോക്കാനും അവയുടെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അന്വേഷിക്കാനും. അതെ, അവിടെയാണ് ഈ സന്ദേശം എന്നെ ശരിക്കും ആശ്ചര്യപ്പെടുത്തിയത്. ഇതൊരു സാധാരണ പ്രഭാഷണമല്ല, മറിച്ച് വാക്കുകളുടെ വേരുകളിലൂടെയുള്ള വലിയൊരു യാത്രയാണിത്. നമുക്ക് ഇതിന്റെ ഉള്ളുള്ളികൾ എന്താണെന്ന് വിശദമായി ഒന്ന് പരിശോധിക്കാം. തീർച്ചയായും. എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? എനിക്കിതിൽ ഏറ്റവും കൗതുകം തോന്നിയ ഒരു കാര്യം ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. നമ്മൾ സാധാരണയായി പെരുന്നാളിന് ആശംസകൾ നേരുമ്പോൾ കുല്ലു ആമിൻ ബി അൽഫ് ഖൈർ എന്ന് പറയാറുണ്ടല്ലോ. പറയാറുണ്ട്. ഇതിനർത്ഥം 1000 നന്മകൾ ഉണ്ടാകട്ടെ എന്നല്ലേ? നമ്മളൊക്കെ അങ്ങനെയാണല്ലോ വിശ്വസിച്ചു വച്ചിരിക്കുന്നത്. അതിലിപ്പോൾ എന്താണ് ഇത്ര വലിയൊരു ചിന്താവിഷയം ഒളിഞ്ഞിരിക്കുന്നത്? അവിടെയാണ് നമ്മൾ ഭാഷയുടെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലേണ്ടത്. സാധാരണക്കാർ അൽഫ് എന്ന വാക്കിനെ കേവലം ഒരു സംഖ്യയായി, അതായത് 1000 എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതെ. എന്നാൽ ഈ സന്ദേശത്തിൽ വളരെ ഗഹനമായ ഒരു കാര്യമുണ്ട്. അറബിയിലെ അൽഫ് എന്ന വാക്ക് അടിസ്ഥാനപരമായി തലീഫ് എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു മിനിറ്റ്, ഈ തലീഫ് എന്ന് വെച്ചാല് അതൊരു പുതിയ വാക്കാണല്ലോ. ആ വാക്കിന് 1000 നന്മകൾ എന്ന നമ്മുടെ ആശംസയുമായി എന്താണ് ബന്ധം? ഞാൻ വിശദീകരിക്കാം. തലീഫ് എന്നാൽ ഒരു പുസ്തകം രചിക്കുക, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഒന്നിച്ചു ചേർത്ത് ഒരു പുതിയ അറിവ് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോ അതൊരു സർഗാത്മകമായ കാര്യമാണ്. കൃത്യമായി പറഞ്ഞു. അറബിയിൽ തലീഫുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ അറിവുകളൊക്കെ ശേഖരിച്ച് അവയെ അടുക്കിവെച്ച് ഒരു ഗ്രന്ഥം രചിക്കുക എന്നാണ്. അപ്പോൾ ഒരാളോട് അൽ ഹൽ എന്ന് പറയുമ്പോൾ കേവലം എണ്ണിയാൽ തീരുന്ന 1000 നന്മകൾ ലഭിക്കട്ടെ എന്നല്ല ആ ആശംസയുടെ യഥാർത്ഥ അർത്ഥം, മറിച്ച് തലീഫുൽ ഖൈറാത്ത് ജദീദ എന്നാണ്. അപ്പോൾ അതിനർത്ഥം, അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ പുതിയ പുതിയ നന്മകളും ഉയർന്ന ചിന്തകളും പുതിയ അറിവുകളും ഒരു പുസ്തകമെന്ന പോലെ നിരന്തരം കൂട്ടിച്ചേർക്കപ്പെടട്ടെ, രചിക്കപ്പെടട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കുന്നത്. വാവ്, അതൊരു ഗംഭീര ചിന്തയാണല്ലോ. അതായത് നമ്മൾ ഒരാൾക്ക് ആശംസ നേരുമ്പോൾ അവർക്ക് കുറച്ച് പണമോ സന്തോഷമോ ലഭിക്കട്ടെ എന്ന് മാത്രമല്ല പറയുന്നത്. അവരുടെ ചിന്തകളിലും ബുദ്ധിയിലും പുതിയ ഡേറ്റകൾ ചേർത്ത് അവരുടെ തലച്ചോർ നിരന്തരം അപ്ഡേറ്റ് ചെയ്യപ്പെടട്ടെ എന്നാണ്. അതെ, പുതിയ അറിവുകൾ കൊണ്ട് അപ്ഡേറ്റ് ചെയ്യപ്പെടുക എന്നത് തന്നെ. ഇതൊരു കമ്പ്യൂട്ടറിലോ മൊബൈലിലോ പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതുപോലെയാണല്ലോ. ഇതൊരു സാധാരണ ആശംസയല്ല, ഒരു വ്യക്തിയുടെ ബൗദ്ധികമായ ഉണർത്തലാണ്. ഇത് കേൾക്കുന്ന നിങ്ങളും ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയും കാലം നമ്മൾ ആശംസകൾ നേർന്നത് ഇതിൻ്റെയൊന്നും അർത്ഥം അറിയാതെയാണല്ലോ എന്ന്, അല്ലേ? അതെ, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അർത്ഥം ചുരുങ്ങിപ്പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇനി ഈദ് എന്ന വാക്ക് തന്നെ എടുത്തു നോക്കൂ. നമ്മളൊക്കെ വിചാരിക്കുന്നത് ഈദ് എന്നാൽ ആഘോഷം, ആഹ്ലാദം എന്നൊക്കെയാണ്. എന്നാൽ അതിന്റെ ഭാഷാപരമായ വേര് കിടക്കുന്നത് ഔദത്ത് അല്ലെങ്കിൽ ഇയാദത്ത് എന്നതിലാണ്. അതിനർത്ഥം മടങ്ങിപ്പോക്ക് എന്നാണ്. മടങ്ങിപ്പോക്ക്. അതെ, ആഘോഷിക്കുക എന്നതിനേക്കാൾ എവിടേക്കോ ഉള്ള ഒരു ആത്മീയമായ തിരിച്ചുപോക്കാണിത്. അതുപോലെ തന്നെ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് സഅദ് അഥവാ സൗഭാഗ്യം. സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്നതോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും വലിയ സാമ്പത്തിക ലാഭമുണ്ടാവുന്നതോ അല്ലേ? ഒരിക്കലുമല്ല. ആ വാക്കിന്റെയും യഥാർത്ഥ അർത്ഥം അതല്ല. ഈ സന്ദേശം വ്യക്തമാക്കുന്നത് സഅദ് എന്നത് പുതിയ പുതിയ തെളിവുകളും
അറിവുകളും അതായത് ദലാലാത്തി ജദീദ നിരന്തരം കണ്ടെത്തുന്നതിലൂടെ ഒരു വ്യക്തി എത്തിച്ചേരുന്ന വളരെ ഉയർന്ന ഒരു മാനസിക അവസ്ഥയാണ് എന്നാണ്. തന്റെ ചുറ്റുപാടുമുള്ള ലോകത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പുതിയ അറിവുകൾ ലഭിക്കുമ്പോഴുണ്ടാകുന്ന ആന്തരികമായ സന്തോഷം. അപ്പോഴാണ് അയാൾക്ക് യഥാർത്ഥ സൗഭാഗ്യം ലഭിക്കുന്നത്, അല്ലാതെ ബാഹ്യമായ സമ്പത്തിലല്ല. എനിക്കിവിടെ ഒരു സംശയം ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. വാക്കുകളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈദ് എന്നാൽ ഒരു മടങ്ങിപ്പോക്കാണ് എന്ന് പറഞ്ഞു. അതെ. എങ്കിൽ സ്വാഭാവികമായും എൻ്റെ മനസ്സിൽ വരുന്ന ചോദ്യം ഇതാണ്: എന്തിലേക്കാണ് നമ്മൾ മടങ്ങിപ്പോകേണ്ടത്? നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്ന മനുഷ്യരല്ലേ, അപ്പോൾ പിന്നിലേക്ക് എന്തിനാണ് ഒരു തിരിച്ചുപോക്ക്? വളരെ കൃത്യമായൊരു ചോദ്യമാണിത്. അവിടെയാണ് ഫിത്രത്ത് എന്ന വാക്കിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫിത്രത്ത്. അതെ, ഈദുൽ ഫിത്ര എന്ന് പറയുമ്പോൾ ഫിത്രത്തിലേക്കുള്ള മടങ്ങിപ്പൊക്കാണിത്. ഫിത്രത്ത് എന്നാൽ മനുഷ്യന്റെ ശുദ്ധമായ പ്രകൃതി എന്നാണ് അർത്ഥം. ഓ, ആദിമമായ പ്രകൃതി. അതെ, പണ്ഡിതന്മാർ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ മനുഷ്യരും അവർ ഏത് സാഹചര്യത്തിൽ ജനിച്ചാലും ഈ ഭൂമിയിലേക്ക് വരുന്നത് തികച്ചും കളങ്കമില്ലാത്ത ശുദ്ധമായൊരു പ്രകൃതിയോടെയാണ്. അവരിൽ ആരോടും വെറുപ്പില്ല, പകയില്ല, ജാതിയോ മതമോ നോക്കിയുള്ള വേർതിരിവുകളില്ല. ശരിയാണ്, കുഞ്ഞുങ്ങൾക്കതൊന്നും ഇല്ലല്ലോ. എന്നാൽ നമ്മൾ വളർന്നു വരുമ്പോൾ സമൂഹത്തിൽ നിന്നും ചുറ്റുപാടിൽ നിന്നും ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറിക്കൂടുന്നു. ആ കളങ്കമില്ലാത്ത സ്നേഹവും സത്യവുമുള്ള ഒരു ഉന്നതമായ അവസ്ഥയിലേക്കുള്ള നമ്മുടെ തന്നെ അടിസ്ഥാന പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ് യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ എനിക്കൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ തിരിച്ചുപോക്കിന് മുന്നോടിയായിട്ടാണല്ലോ നമ്മൾ ഒരു മാസം നീണ്ടുനിൽക്കുന്ന നോമ്പ് അഥവാ സിയാം അനുഷ്ഠിക്കുന്നത്. അതെ അതെ. ഈ നോമ്പിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? നമ്മൾ പകൽ സമയം ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മാത്രമാണോ ഈ പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കിനെ നമ്മളെ സഹായിക്കുന്നത്? വിശന്നിരുന്നാൽ മനുഷ്യന്റെ ഉള്ളിലെ പകയും വിദ്വേഷവുമൊക്കെ മാറുമോ? അവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. സിയാം അഥവാ സോം എന്നു പറയുന്നത് കേവലം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കൽ മാത്രമാണെന്ന് ഈ സ്രോതസ് ഒരിടത്തും പറയുന്നില്ല. അപ്പൊ പിന്നെന്താണ്? സന്ദേശത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മനുഷ്യന്റെ മനസ്സിലുള്ള പക, വിദ്വേഷം, അസൂയ, ഭയം, അഹങ്കാരം തുടങ്ങി നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്ന് സ്വന്തം ചെവിയും ചിന്തയും ബോധതലവും പൂർണ്ണമായി അടച്ചുവെക്കലാണ് യഥാർത്ഥ സിയാം എന്ന്. ഭക്ഷണം ഉപേക്ഷിക്കുന്നത് ഒരു ശാരീരികമായ പ്രക്രിയ മാത്രമാണ്. എന്നാൽ സ്വന്തം ഇന്ദ്രിയങ്ങളെയും ചിന്തകളെയും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുമ്പോഴാണ് അത് യഥാർത്ഥ സിയാമാകുന്നത്. അതായത് ഇതൊരു മാനസികമായ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയാണ് അല്ലേ? പുറത്തുനിന്നുള്ള അനാവശ്യ ബഹളങ്ങളെയും നെഗറ്റിവിറ്റികളെയും തടഞ്ഞു നിർത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നോയ്സ് ക്യാൻസലിംഗ് ഹെഡ്ഫോണാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. വളരെ നല്ലൊരു ഉദാഹരണം. അതെ, അതൊരു നോയ്സ് ക്യാൻസലിംഗ് പ്രക്രിയ തന്നെയാണ്. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. സാധാരണ മനുഷ്യർ, വർഷങ്ങളായി നോമ്പും പെരുന്നാളുമൊക്കെ നോൽക്കുന്നവർ, അവരിതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ടാണോ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് മിക്കവരും പകൽ പട്ടിണി കിടക്കുന്നു, വൈകുന്നേരം നല്ല ഭക്ഷണം കഴിക്കുന്നു, പെരുന്നാളിന് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നു. ഇങ്ങനെയല്ലേ സംഭവിക്കുന്നത്? അതാണ് ഈ സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും ദുരന്തവും. ഇന്നെന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കൂ. വർഷാവർഷം ആളുകൾ യാന്ത്രികമായി പെരുന്നാൾ ആഘോഷിക്കുന്നു, വീട് പെയിന്റ് ചെയ്യുന്നു, വിരുന്നുകൾക്കും യാത്രകൾക്കും പോകുന്നു. എന്നാൽ നൂറ്റാണ്ടുകളായി അവരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ അന്ധവിശ്വാസങ്ങൾക്കും കെട്ടുകഥകൾക്കും മറ്റുള്ളവരോടുള്ള മുൻവിധികൾക്കും യാതൊരു മാറ്റവുമില്ല. അറബിയിൽ ഈ അവസ്ഥയെ ജുമൂദ് അഥവാ നിർജീവമായ അവസ്ഥ എന്ന് പറയും. ഒരു മാറ്റവുമില്ലാതെ ഒരേ ചിന്താഗതികളിൽ ഉറച്ചുനിൽക്കുന്ന അവസ്ഥ. ശരിക്കും നിങ്ങൾ പറയുന്നതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. നമ്മൾ സ്വന്തം വീട് പുറമെ വൃത്തിയാക്കുകയും പെയിന്റ് അടിക്കുകയും ചെയ്യുന്നു. പക്ഷേ വീടിനുള്ളിലെ മുറികളിൽ പഴയ മാലിന്യങ്ങൾ മുഴുവൻ നമ്മൾ ഭദ്രമായി പൂട്ടിവച്ചിരിക്കുന്നു. ഇതെത്ര വിരോധാഭാസമാണ്! അതെ. ഒരു വ്യക്തിയുടെ ഉള്ളിലെ ചിന്തകൾ മാറാതെ, പുതിയ അറിവുകൾ നേടാതെ, വെറുതെ പുറമെ ആർഭാടങ്ങൾ കാണിച്ചിട്ട് എന്ത് പെരുന്നാളാണ് അവർ ആഘോഷിക്കുന്നത്, അല്ലേ? കൃത്യമായി പറഞ്ഞു. ഉള്ളിലെ മാലിന്യങ്ങൾ കളയാതെ പുറമെ അലങ്കരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ടാണ് സ്വന്തം മുൻവിധികളിൽ നിന്ന്, ആ ജുമൂദിൽ നിന്ന് പുറത്തു കടക്കണം എന്ന് ഈ സന്ദേശം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. ശരി, അപ്പോ നമ്മൾ ഈ നോമ്പിലൂടെ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം ഒഴിവാക്കിയെന്ന് കരുതുക. ആ ജുമൂദ് നമ്മൾ ഇല്ലാതാക്കി. നമ്മൾ തികച്ചും ശൂന്യമായി. ഇനി അടുത്തത് എന്താണ്? ശൂന്യമായ മനസ്സുമായി ഇരിക്കുകയാണോ പെരുന്നാളിന്റെ ലക്ഷ്യം?
ഒരിക്കലുമല്ല. അവിടെയാണ് ഈദുൽ ഫിത്തറിന്റെ ഏറ്റവും ആഴത്തിലുള്ള തലം നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാർ വിചാരിക്കുന്നത് ഒരു മാസം ഭക്ഷണം ഉപേക്ഷിച്ചതിന്റെ ഒരവസാനമാണ് പെരുന്നാളെന്നാണ്. ഇതിനെ സ്രോതസ്സിൽ പറയുന്നത് നിഹായത്തുൽ ഇംതിനാ എന്നാണ്. നിഹായത്തുൽ ഇംതിനാ. അതായത് വിലക്കുകളുടെ അല്ലെങ്കിൽ തടയലിന്റെ അവസാനം. എന്നാൽ യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തർ അതല്ല, അത് ബിദായത്തുൽ ഇംതിനാ ആണ്. ബിദായത്തുൽ ഇംതിലാ എന്ന് വെച്ചാൽ അതായത് മനസ്സിലേക്ക് പുതിയ അറിവുകളും ജ്ഞാനങ്ങളും ചിന്തകളും അഥവാ ഉലൂമുകളും മആരിഫുകളും നിറയ്ക്കാൻ തുടങ്ങുന്നതിന്റെ തുടക്കമാണ് ഈദുൽ ഫിത്തർ. ഓഹോ, അതായത് ഇതൊരു അവസാനമല്ല, മറിച്ച് ഗംഭീരമായൊരു തുടക്കമാണ്. എനിക്കിത് കേൾക്കുമ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ഫോർമാറ്റ് ചെയ്യുന്നതാണ് ഓർമ്മ വരുന്നത്. അതെങ്ങനെയാണ്? നമ്മള് ലാപ്ടോപ്പിലെ പഴയ വേണ്ടാത്ത ഫയലുകളും വൈറസുകളുമൊക്കെ ഡിലീറ്റ് ചെയ്യുന്നത് വെറുതെ ആ ഹാർഡ് ഡിസ്ക് ശൂന്യമായി വെക്കാനല്ലല്ലോ, മറിച്ച് അതിലെ ഏറ്റവും പുതിയ കൂടുതൽ വേഗതയുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനാണ്. അതെ അതെ, വളരെ കൃത്യമാണ്. അതുപോലെ നോമ്പ് നമ്മളിലെ പഴയ മാലിന്യങ്ങളെ ഇല്ലാതാക്കി നമ്മളെ ശൂന്യമാക്കുന്നു. അപ്പോ പെരുന്നാളെന്നത് നമ്മളിൽ പുതിയ ചിന്തകളെയും അറിവുകളെയും ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്രക്രിയയുടെ തുടക്കമാണ്. വളരെ മനോഹരമായൊരു താരതമ്യമാണിത്. ആ പുതിയ ചിന്തകളും ജ്ഞാനവും ഉള്ളിൽ നിറയുമ്പോഴാണ് മനുഷ്യന് ദൈവവുമായുള്ള യഥാർത്ഥ ബന്ധം സ്ഥാപിക്കപ്പെടുന്നത്. ഈ സന്ദേശത്തിൽ പരാമർശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഖുർആൻ വാക്യമുണ്ട്. ഏതാണ് ആ വാക്യം? നിങ്ങൾ മടങ്ങിവന്നാൽ നാം മടങ്ങിവരുമെന്നത്. നാം മടങ്ങി വരുമെന്നോ? അതിനർത്ഥം ദൈവം നമ്മളെ വിട്ട എങ്ങോട്ടോ ദൂരെ പോയെന്നാണോ? അതെങ്ങനെ ശരിയാകും? ഇല്ല, ദൈവം എങ്ങോട്ടും പോകുന്നില്ല. ഈ വാക്യത്തിന്റെ ആന്തരിക അർത്ഥം അതല്ല. നമ്മള് സ്വന്തം ഉള്ളിൽ അഹങ്കാരവും വിദ്വേഷവും അജ്ഞതയും നിറച്ചുവെക്കുമ്പോൾ അവിടെ ദൈവീകമായ ജ്ഞാനത്തിന് ഇരിക്കാനിടമില്ലാതാകുന്നു. സ്പേസ് ഇല്ല. അതെ. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പഴയ ചിന്തകളെ ഫോർമാറ്റ് ചെയ്ത് ഫിത്രത്തിലേക്ക്, ആ ശുദ്ധ പ്രകൃതിയിലേക്കും പുതിയ അറിവുകളിലേക്കും മടങ്ങാൻ തയ്യാറായാൽ ആ ശൂന്യമായ മനസ്സിലേക്ക് ദൈവീകമായ അറിവുകളും കരുണയും തിരികെ വരുമെന്നാണ് ആ വാക്യത്തിന്റെ പൊരുൾ. ഓ, നാമാണ് മടങ്ങേണ്ടത്. അതെ. അപ്പോൾ ആ ജ്ഞാനം നമ്മളിലേക്ക് സ്വാഭാവികമായും നിറയും. ഹോ, ഇത് ശരിക്കും എന്നെ വല്ലാതെ ചിന്തിപ്പിക്കുന്നുണ്ട്. കേൾക്കുന്നവർക്കും ഈ ആശയത്തിന്റെ ആഴം മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും വലിയൊരു ആന്തരിക മാറ്റം, അതായത് പഴയതൊക്കെ കളഞ്ഞ് പുതിയ ജ്ഞാനം നിറയുന്നൊരു പ്രക്രിയ ഒരു മനുഷ്യനിൽ സംഭവിക്കുമ്പോൾ അയാളുടെ ലോകം തന്നെ പൂർണ്ണമായി മാറുകയാണല്ലേ? തീർച്ചയായും. കാലം മനസ്സിലാക്കിയിരുന്നതെന്നാണ്. അതെന്താണെന്ന് വിശദീകരിക്കാമോ? പറയാം. മതഗ്രന്ഥങ്ങളിൽ പറയുന്ന ആകാശം പിളരുക അഥവാ ഇൻഫിത്താർ, ഭൂമി മാറുക തുടങ്ങിയ പ്രയോഗങ്ങളെ ഈ സന്ദേശം തികച്ചും ആത്മീയവും മനഃശാസ്ത്രപരവുമായ തലത്തിലാണ് നോക്കിക്കാണുന്നത്. സാധാരണഗതിയിൽ ആകാശം പിളരുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുകളിലുള്ള പന്തൽ പോലെയുള്ള ഭൗതികമായ ആകാശം വലിയ ശബ്ദത്തോടെ തകർന്നു വീഴുന്ന ഒരു ലോകാവസാന ചിത്രമാണ് ആളുകളുടെ മനസ്സിൽ വരിക. അതെ, എല്ലാവരും അങ്ങനെയാണല്ലോ വിചാരിക്കുന്നത്. എന്നാൽ സ്രോതസ്സു പറയുന്നത് അതല്ല. ഇവിടെ ആകാശം അഥവാ സമാഴ് എന്നത് മനുഷ്യന്റെ ഉന്നതമായ ബോധതലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓഹോ. ഒരു മനുഷ്യൻ പുതിയ അറിവുകൾ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ അവന്റെ അറിവിന്റെ പരിമിതികളാകുന്ന ആകാശം പിളർന്ന് അതിരുകളില്ലാത്ത പുതിയ ബോധതലങ്ങളിലേക്ക് അവൻ തുറക്കപ്പെടുന്നു എന്നതാണ് ഇതിന്റെ യഥാർത്ഥാർത്ഥം. വാവ്. അതായത് ഭൗതികമായ ഒരു തകർച്ചയല്ല, മറിച്ച് ബൗദ്ധികമായ ഒരു വികാസമാണ് അവിടെ സംഭവിക്കുന്നത്. അത് ഭയങ്കരമായൊരു തിരിച്ചറിവാണ്. അപ്പോൾ ഭൂമി മാറുക എന്ന് പറയുന്നതോ നമ്മൾ വീട് വെച്ച് താമസിക്കുന്ന ഈ ഭൂമി നശിച്ചു പോയിട്ട് വേറെ ഭൂമി വരുന്നതല്ലേ അത്? അല്ല, അവിടെയാണ് ഈ ആത്മീയ വായനയുടെ ഏറ്റവും വലിയ സൗന്ദര്യം കിടക്കുന്നത്. ഭൂമി മാറുകയെന്നത് മനുഷ്യന്റെ മനസ്സിന്റെ ഭൂമിക അഥവാ അറു നഫ്സ് മാറുന്നതാണ്. മനസ്സിന്റെ ഭൂമിക? അതെ. ഒരു വ്യക്തിയുടെ ഉള്ളിലെ പകയും വിദ്വേഷവും ശത്രുതയുമൊക്കെ മാറി ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും പ്രകൃതിയോടും എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പയും സ്നേഹവും കരുണയും മാത്രം തോന്നുന്ന ഒരു വിശാലമായ അവസ്ഥയിലേക്ക് അവൻ മാറും. അങ്ങനെ മനസ്സു മാറുക എന്നതാണ് ഭൂമി മാറുക എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. പഴയ ആ ഇടുങ്ങിയ മനസ്സുള്ള മനുഷ്യൻ മരിക്കുകയും സ്നേഹം നിറഞ്ഞ പുതിയൊരു മനുഷ്യൻ ജനിക്കുകയും ചെയ്യുന്നു. ശരിക്കും നമ്മളെ സ്വന്തം മനസ്സിനെ ഒരു സ്വർഗമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്.
വെറുപ്പില്ലാത്ത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ ആകാശം പോലെ നമ്മുടെ മനസ്സ് മാറുന്നു. അതെ അതെ. ഈ ഒരു വലിയ ആശയത്തിന്റെ പശ്ചാത്തലത്തിൽ, സ്രോതസ്സിൽ, സൂറത്ത് മാഇദയിലെ 116-ാമത്തെ വചനത്തെക്കുറിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ടല്ലോ. ഉണ്ട്. ഈസാ നബി അഥവാ ജീസസ് ദൈവത്തോട് ചോദിക്കുന്ന ഒരു സ്വർഗീയ ഭക്ഷണത്തെക്കുറിച്ച്. അതെന്താണ് കൃത്യമായി? ഈ ആകാശവും ഭൂമിയും മാറുക എന്നതുമായി അതിനെന്ത് ബന്ധമാണുള്ളത്? വളരെ കൃത്യമായ സ്ഥലത്താണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. ആ സന്ദേശത്തിലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്നൊരു കണ്ടെത്തലാണിത്. മായാദത്തം മിനസ്സമ, അഥവാ ആകാശത്തു നിന്നുള്ള വിരുന്ന് എന്നാണ് ആ വചനത്തിൽ പറയുന്നത്. ഈസാ നബി തന്റെ അനുയായികൾക്ക് വേണ്ടി ദൈവത്തോട് ചോദിക്കുന്ന വിരുന്നാണത്. ആ സന്ദേശം നൽകുന്ന ആഴത്തിലുള്ള വിശദീകരണമനുസരിച്ച് അത് നമ്മളെ വിശപ്പടക്കാൻ കഴിക്കുന്ന ഭൗതികമായ ഭക്ഷണമോ റൊട്ടിയോ അല്ല. പിന്നെയോ? മറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഉന്നതമായ ബോധതലങ്ങളിൽ നിന്ന്, അഥവാ സമായിൽ നിന്ന് മനുഷ്യന്റെ ബുദ്ധിയിലേക്കും ആത്മാവിലേക്കും ഇറങ്ങിവരുന്ന പുതിയ ജ്ഞാനങ്ങളാണ് ആ സ്വർഗീയ ഭക്ഷണം. മനുഷ്യന്റെ ആത്മാവിന്റെ വിശപ്പകറ്റാനുള്ള ഭക്ഷണമാണിത്. ഒരു മിനിറ്റ്, അവിടെ ആ സന്ദേശത്തില് ഈ 114 എന്ന സംഖ്യയെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് 114-ാമത്തെ വചനത്തിൽ തന്നെ ഈ സ്വർഗീയ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അതിലെന്തെങ്കിലും വലിയ രഹസ്യമൊളിഞ്ഞിരിപ്പുണ്ടോ? അതെ, അവിടെയാണ് ഇതിന്റെ യഥാർത്ഥ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വാക്യം വരുന്നത് ഖുർആനിലെ സൂറത്തു മാഇദയുടെ 114-ാമത്തെ വചനമായിട്ടാണ്. നമുക്കറിയാം, ഖുർആനിൽ ആകെയുള്ള അധ്യായങ്ങൾ 114 അതെ അതെ. ഈ രണ്ട് സംഖ്യകളും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ആകെ 114 അധ്യായങ്ങളിലൂടെ നൽകപ്പെടുന്ന സമ്പൂർണമായ ദൈവീക ജ്ഞാനത്തെയാണ്, അഥവാ ആ സമ്പൂർണമായ അറിവിനെയാണ് 114-ാമത്തെ വചനത്തിൽ സ്വർഗീയ ഭക്ഷണം എന്ന് പ്രതീകാത്മകമായി പറഞ്ഞിരിക്കുന്നത്. അതൊരു വല്ലാത്ത കണക്ഷനാണ്. അതെ, ഒരു മനുഷ്യൻ തന്റെ ബോധതലത്തെ, അഥവാ ആകാശത്തെ തുറന്നിടുമ്പോൾ അവിടേക്ക് ഇറങ്ങി വരുന്നത് ഈ 114 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന സമഗ്രമായ അറിവാണ്. ആ അറിവ് അവനെ പൂർണ്ണനാക്കുന്നു. അതാണ് യഥാർത്ഥ പെരുന്നാൾ സമ്മാനം. ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം വെറുമൊരു യാദൃശ്ചികതയല്ല എന്ന് ഈ വാട്സാപ്പ് ഓഡിയോ വ്യക്തമാക്കുന്നു. ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ എന്റെ തലയ്ക്കുള്ളിൽ ശരിക്കും ഒരു സ്ഫോടനം നടന്നതുപോലെയാണ് തോന്നുന്നത്. ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമായി മനസ്സിലായി. നമ്മൾ മാറേണ്ടത് കേവലം സംഘടനകളോ മതങ്ങളോ സമുദായങ്ങളോ അല്ല, വ്യക്തികളാണ് മാറേണ്ടത്. തീർച്ചയായും. നമ്മളേത് സംഘത്തിൽ നിൽക്കുന്നു, എന്ത് വസ്ത്രം ധരിക്കുന്നു എന്നതിനേക്കാൾ നമ്മുടെ ഉള്ളിലെ അറിവുകളും ചിന്തകളും ദിനേന മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. പുറമേയുള്ള വസ്ത്രം മാറിയതുകൊണ്ട് കാര്യമില്ല, ഉള്ളിലെ ആ ഭൂമിക്കാണ് മാറ്റം സംഭവിക്കേണ്ടത്. കൃത്യമായി പറഞ്ഞു. അതുകൊണ്ട് തന്നെ 1000 നന്മകളുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെറുതെ ആശംസകൾ കൈമാറി വർഷങ്ങളിങ്ങനെ കടന്നുപോകുന്നതിലല്ല കാര്യം. മനുഷ്യനിൽ നിശ്ചലമായൊരവസ്ഥയ്ക്ക് ശേഷം വലിയൊരു ചലനാത്മകതയുണ്ടാകണം. രാത്രിയിലെ കൂരിരുട്ടിന് ശേഷം വെളിച്ചമുള്ള ഒരു പകലുണ്ടാകുന്നതുപോലെ ഒരു ഇരുളടഞ്ഞ അവസ്ഥയിൽ നിന്ന് അറിവിന്റെയും ജ്ഞാനത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയൊരു പ്രഭാതം മനുഷ്യനിൽ ഉദിക്കണം. അത് മാത്രമാണ് യഥാർത്ഥ ഈദുൽ ഫിത്തർ. അപ്പോ ഇന്നത്തെ നമ്മുടെ ഈ അന്വേഷണത്തിൽ നിന്ന്, ഈ വലിയ യാത്രയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് ചുരുക്കി പറയാം. ഈദുൽ ഫിത്തർ അഥവാ പെരുന്നാൾ എന്നത് കേവലം വർഷങ്ങളുടെ ആവർത്തനമോ വയറു നിറയെ ബിരിയാണി കഴിക്കലോ പുത്തനുടുപ്പിട്ട് ടൂറു പോകുന്നതോ ഒന്നുമല്ല. അല്ല. മറിച്ച് നമ്മുടെ മനസ്സിൽ കാലങ്ങളായി അടിഞ്ഞുകൂടിയ അന്ധവിശ്വാസങ്ങളിൽ നിന്നും മുൻവിധികളിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും പൂർണ്ണമായി മുക്തനായി പുതിയ അറിവുകളെയും ജ്ഞാനങ്ങളെയും ഇരുകൈയും നീട്ടി സ്വീകരിച്ച് എല്ലാ മനുഷ്യരോടും ജീവജാലങ്ങളോടും സ്നേഹവും കരുണയുമുള്ള ഒരു പുതിയ മനുഷ്യനായി സ്വന്തം പ്രകൃതിയിലേക്ക് അഥവാ ഫിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ് യഥാർത്ഥ പെരുന്നാൾ. അതെ, അതൊരൊറ്റ ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല. അതൊരു നിരന്തരമായ പ്രക്രിയയാണ്. പഴയതിനെ, അനാവശ്യമായതിനെ ഉപേക്ഷിച്ച് പുതിയ നന്മകളെ കൂട്ടിച്ചേർത്ത് ഉന്നതമായ ബോധതലങ്ങളിലേക്ക് നിരന്തരം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു ആത്മീയ യാത്ര. അപ്പോ ഈ അറിവുകളെല്ലാം വെച്ചുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളോട് നേരിട്ടൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചല്ലോ. നിങ്ങളുടെ വ്യക്തിപരമായ ആ ആകാശം പിളർന്ന് പുതിയ അറിവുകൾ ഉള്ളിലേക്ക് വരാൻ നിങ്ങളിന്ന് തയ്യാറാണോ? അതോ വർഷങ്ങളായി നിങ്ങൾ ശീലിച്ചുപോന്ന നിങ്ങളുടെ മാറ്റത്തെയും വളർച്ചയും തടഞ്ഞു നിർത്തുന്ന ഏതെങ്കിലും പഴയ അന്ധവിശ്വാസങ്ങളോ ശത്രുതയോ മുൻവിധികളോ
നിങ്ങളുടെ ഉള്ളിലെ ആ ഭൂമിയിൽ ഇപ്പോഴും ബാക്കിയുണ്ടോ? ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, പുറത്ത് നമ്മൾ എന്തൊക്കെ അലങ്കരിച്ചാലും, വീടെത്ര വൃത്തിയാക്കിയാലും, ഉള്ളിലെ മാലിന്യങ്ങൾ കളയാതെ യഥാർത്ഥ മാറ്റം സാധ്യമല്ല. നിങ്ങളുടെ മനസ്സിന്റെ ഭൂമി മാറാൻ സമയമായോ? ഈയൊരു ചോദ്യം നിങ്ങളിലേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ സംഭാഷണം ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം.